എനിക്കൊരേ സുഹൃത്തു നീ. ഇടയില് നമ്മുടെ കിളി എങ്ങടോ പാറിപ്പോയി അല്ലെ, ആ അവസ്ഥയാണ്. ശരിക്കും നീ ചെയ്ത ഒരു ഉപകാരം മേലിൽ മറക്കുകില്ല എനിക്കൊരേ സുഹൃത്തു നീ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് വ്യക്തി പറയുന്നത്? ഹൃദയത്തോട് എന്താ, നീ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല, എനിക്കുള്ള ഒരേ ഒരു സുഹൃത്ത്, ആത്മസുഹൃത്ത് നീയാണ് എന്ന് പറയുകയാണ് അവിടെ. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് നീ എന്ന് പറയാൻ കാരണം എന്ത്? വ്യക്തമാക്കുക. മക്കളെ നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, പക്ഷെ എങ്കിലും ഈ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണിത്. ശരിക്കും നീ ചെയ്ത ഒരു ഉപകാരം മേലിൽ മറക്കുകില്ല എനിക്ക് ഒരേ സുഹൃത്തു നീ, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് നീയാണ് എന്ന് പറയാൻ കാരണം എന്ത്? അത് വ്യക്തമാക്കുക എന്ന ചോദ്യം എന്തായാലും നമ്മളോട് ചോദിക്കും. അപ്പൊ നോക്കിക്കോളൂ, പലവട്ടവും വർദ്ധിച്ച ദുരിതങ്ങളും വേദനകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഹൃദയം നിന്നു പോകുമോ എന്ന് പോലും സംശയിച്ചിട്ടുണ്ട്. ആ സമയമൊക്കെ മിടിപ്പ് നിർത്താതെ മുന്നോട്ട് പോയ നീയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. നിന്റെ മിടിപ്പ് നിലച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നല്ലോ എന്നാണ് പറയുന്നത് അല്ലേ. എനിക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ട്, നീ എങ്ങാനും നിന്നു പോയാലോ, നിന്റെ മിടിപ്പ് എങ്ങാനും നിന്നു പോയാലോ, ഹൃദയം നിന്നു പോയാലോ എന്നുള്ളത്. പക്ഷെ അന്നൊന്നും നീ എന്ത് ചെയ്തില്ല? എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ല. നീ എന്ത് ചെയ്തു? എൻ്റെ ദുഃഖത്തിനനുസരിച്ച് നീ മിടിച്ചുകൊണ്ടേയിരുന്നു അല്ലേ. അന്നൊക്കെ നീ എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് പറയുന്നത് നീ എൻ്റെ ഒരേ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ ആത്മസുഹൃത്താണ്. അന്ന് നീ മിടിപ്പ് നിർത്തിയിരുന്നുവെങ്കിൽ, അന്ന് നീ മിടിക്കുന്നത് നിന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മരിച്ചു പോകുമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കുക. പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ ഇവിടെ പഴയ കൂട്, ഇണക്കിളി എന്നീ വാക്കുകൾ നൽകുന്ന അർത്ഥതലങ്ങൾ എന്ത്? വ്യക്തമാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ മക്കളെ, ഇതുപോലൊരു വരി തന്നിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ 2 വരികൾ തന്നിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ, അതിപ്പോ ഏതൊരു പാഠഭാഗത്ത് നിന്നുമാവാം, പക്ഷേ അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യം നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പൊ നോക്കുക, ഹൃദയം വ്യക്തമാക്കി, ഞാൻ ഏറെ നാളായി നിങ്ങൾക്ക് വേണ്ടി ഈ നെഞ്ചിൻ കൂടിനകത്ത് തുടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറിയ പ്രായത്തെയാണ് ഈ പഴയ കൂട് എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അല്ലെ. അപ്പൊ ആ വ്യക്തിക്ക് എന്തുണ്ട്? ഒരുപാട് പ്രായമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രായത്തെയാണ് ഇവിടെ പഴയ കൂട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇണക്കിളി എന്നത് ഇടത്തെ ഹൃദയഭാഗവും വലത്തെ ഹൃദയഭാഗവുമാണ് ലക്ഷ്യമാക്കുന്നത് അല്ലെ. ഇണക്കിളി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹാർട്ട്. എല്ലാവരും ഒരു ഹാർട്ട് ഇട്ടേ. ഹാർട്ട് ഇടാൻ അറിയാത്ത ആരും ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. എനിക്കായിരിക്കും ഹാർട്ട് ഇടാൻ അറിയാത്തത്. എല്ലാവരും ഒരു ഹാർട്ട് ഇട്ടേ. നമ്മുടെ ഹാർട്ടിന് എന്തുണ്ട്? 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഒരു വലത്തെ ഭാഗവും ഒരു ഇടത്തെ ഭാഗവും ഉണ്ട്. ആ വലത്തെ ഭാഗത്തെയും ഇടത്തെ ഭാഗത്തെയുമാണ് ഇവിടെ 2 ഇണക്കിളികൾ എന്ന് പറയുന്നത്. ഇണക്കിളികൾ, ഇണക്കിളികൾ, ഏതോ പാട്ട്, നിമിഷ കവി തന്നെ. ഓക്കെ, അത് മലർക്കിളിയാണ് അല്ലേ. വേണ്ട, ഞാൻ പാടിയ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാടിയ പാട്ടാന്ന് തോന്നാറില്ല എൻ്റെ അച്ഛന്. പോട്ടെ, എന്തോ പാവൻ്റെ അച്ഛൻ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കുക. സുഖദുഃഖങ്ങളുടെ മറുമൊഴിയല്ലോ ഹൃദയതാളം, മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം. ഈ വരികളുടെ ആശയം ഒപ്പം ഇടിക്കുന്നത് എന്ന അയ്യപ്പ പണിക്കരുടെ കവിതയിലെ ആശയവുമായി കുറിപ്പെഴുതുക. നിങ്ങൾ വിചാരിക്കരുത് എന്താ മിസ്സേ എല്ലാ ചോദ്യത്തിലും കൊണ്ടുപോയിട്ട് ക്ലാസ് 8 ക്രിസ്മസ് എക്സാം എന്ന് എഴുതുന്നതെന്ന്. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് എല്ലാ ചോദ്യത്തിലും അത് എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത ചോദ്യമാണ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന മറ്റൊരു ചോദ്യം. ദാ പിടിച്ചോ. സുഖദുഃഖങ്ങളുടെ മറുമൊഴിയല്ലോ ഹൃദയതാളം, മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം. ഇത് നമ്മൾ പഠിക്കാത്ത മറ്റേതോ കവിതയിലെ 2 വരികളാണ്. ഇനി ഈ വരികളുടെ ആശയം ഒപ്പം മിടിക്കുന്നത് എന്ന അയ്യപ്പ പണിക്കരുടെ കവിതയിലെ ആശയവുമായി ബന്ധപ്പെടുത്തി കുറിപ്പെഴുതുക. അപ്പൊ ഈ 2 ആശയങ്ങളും ഏതോ ഒരു കവിതയിലെ 2 വരികളും നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ കവിതയും അതിന്റെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്ത് ഇത് രണ്ടും തമ്മിൽ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്ന് പറയുന്ന ചോദ്യം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കാൻ പോകുന്നതാണ്. മക്കളെ, അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ഉത്തരം എഴുതാൻ. വെറുതെ എന്തെങ്കിലും എഴുതിയിട്ട് മാർക്ക് കളയരുത് കേട്ടോ.
ഓക്കെ, എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ചോദ്യം നോക്കിക്കോളൂ. സുഖദുഃഖങ്ങൾ ഒരാളിൽ ഹൃദയത്തിന്റെ താളത്തിൽ മാറ്റം വരുത്തും. അല്ലെ, നമ്മൾ കരയുമ്പോ എന്താ, നമ്മൾ ടെൻഷൻ അടിക്കുമ്പോ എന്താ, നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഹൃദയം എങ്ങനെ ആയിരിക്കും? ടക് 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 ഇങ്ങനെ ആയിരിക്കും അടിക്കുന്നുണ്ടാവുക. ഇനിയിപ്പോ സമാധാനമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് മെല്ലെ ഇങ്ങനെ ഇരുന്നിട്ട് മന്തിയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ടി വി ഒക്കെ കാണുക വെച്ചാൽ ഹൃദയം എങ്ങനെ ആയിരിക്കും? ടക് 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 ഇങ്ങനെ ആയിരിക്കും ഇടിക്കുന്നുണ്ടാവുക. അല്ലെ, നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യും? കൂടും. സന്തോഷിക്കുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഹൃദയമിടിപ്പ് വ്യത്യസ്തമാവും. അപ്പോൾ ഓരോ അവസ്ഥകൾക്കനുസരിച്ചിട്ടായിരിക്കും ഹൃദയമിടിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. സുഖം വരുമ്പോൾ ഹൃദയതാളം സ്വസ്ഥവും ശാന്തവുമാണെങ്കിൽ കടുത്ത ദുഃഖത്തിൽ തീവ്രവും അസ്വസ്ഥവുമാവും. അപ്പോൾ എന്താണ് പിന്നെ സംഭവിക്കുന്നത് എന്ന് അറിയാനാവില്ല. ഈ അവസ്ഥ മരിക്കുവോളം മനുഷ്യനിൽ നിലനിൽക്കുന്നു. അല്ലെ, നമുക്കിപ്പോ ഇന്ന് മാത്രമാണോ? അല്ല, നമ്മൾ എപ്പോഴാണെങ്കിൽ ജീവിതകാല അവസാനം വരെ എന്താണ്? സുഖം, സമാധാനം, സന്തോഷമായിരിക്കുന്ന സമയത്ത് ഹൃദയം മെല്ലെ സമാധാനത്തോടെ ആയിരിക്കും മിടിക്കുന്നത്. ഇനി ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ അവിടെ ഹൃദയം മിടിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. പഴയതുപോലെ നിന്റെ മിടിപ്പ് സ്വസ്ഥവും ഹൃദയവുമാകുന്നില്ല, കാലം കഴിഞ്ഞു പോയത് കൊണ്ടാവാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ലെ, പണ്ടൊക്കെ നീ ഇങ്ങനെ സ്വസ്ഥമായിട്ടായിരുന്നു മിടിച്ചിരുന്നത്, ഇപ്പൊ അങ്ങനെയല്ല, അത് പണ്ടത്തെ കാലം കഴിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹൃദയം പറയുന്നു, തീവ്ര ദുഃഖം വന്നപ്പോഴും ഞാൻ തുടിച്ചു, താരുണ്യത്തിലും ഞാൻ തുടിച്ചു, പലപ്പോഴും നിന്നു പോകും ഞാൻ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം എന്തുകൊണ്ടോ നാം ഉണർന്നു, ശക്തമായി നിന്നു. ഇനി യാത്ര നിൽക്കുന്നത് എപ്പോഴെന്നറിയില്ല. എന്തായാലും ഞാൻ തുടരുകയാണ്. ഹൃദയം നമ്മുടെ വലിയ സുഹൃത്താണ്, ജീവരാഗം നൽകുന്ന സുഹൃത്ത്. അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക. ഇതാണ് കവിതകളിലെ ആശയബന്ധം എന്ന് പറയുന്നത്. റെഡി? മനസ്സിലായോ? അപ്പോൾ ആൻസർ ഇത്തരത്തിൽ വേണം എഴുതാൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്